ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്, ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇറച്ചിച്ചോറ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പല സ്ഥലത്തും പല രീതിയിലാണ് ഉണ്ടാക്കുക. സൗത്ത് ആ ഒരു സൈഡിലൊക്കെ എനിക്ക് തോന്നുന്നു ഇവർ മട്ടരിയൊക്കെ വെച്ചിട്ടാണ് ഇറച്ചിച്ചോറ് ഉണ്ടാക്കല്. നമ്മൾ നോർമലി ഉള്ള അരി ഉണ്ടല്ലോ ചോറിന് കഴിക്കുന്ന ആ ഒരു മട്ടരി വെച്ചിട്ടൊക്കെ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് അങ്ങനെയല്ല. നമ്മളെ ബസ്മതി റൈസ് വെച്ചിട്ട് തന്നെയുള്ള ഒരു നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെറുതെ പറയല്ല, ശരിക്കും ടേസ്റ്റ് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. പിന്നെ അതേപോലെ തന്നെ ഇറച്ചിച്ചോറ് ഏത് വേണമെങ്കിലും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ചിക്കനോ മട്ടനോ ബീഫോ അതേപോലത്തെ ഒക്കെ ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ബീഫ് വെച്ചിട്ടുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇറച്ചിച്ചോറ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ശരിക്കും പറയാം, ബിരിയാണിനേക്കാളൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റം എന്ന് പറയുന്ന ഇറച്ചിച്ചോറാണ് കേട്ടോ. നമ്മൾ ബീഫ് ബിരിയാണിനേക്കാളൊക്കെ എളുപ്പത്തിൽ. കുക്കർ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ രണ്ടും മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഏതാണെങ്കിലും നല്ല ടേസ്റ്റി തന്നെ ആയിരിക്കും. എനിക്ക് അധികവും നെയ്യ് മാത്രം ഇട്ടിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നെയ്യ് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസിലുള്ളത്. ബിരിയാണിക്ക് ഇടുന്ന അത്ര ഉള്ളിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ 2 ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ ഫുൾ ഉപ്പ് ആഡ് ചെയ്യും. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം ഒരു 2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പെണ്ണലൊന്ന് നെയ്യൊന്ന് ഇട്ടിട്ടേ ഉള്ളൂ. അതിലേക്ക് തന്നെ ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്ന. ഒരു വലിയ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1.5 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എപ്പോഴും നോൺ വെജ് ആകുമ്പോൾ കുറച്ച് അധികം ആഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ല ടേസ്റ്റ് കിട്ടും. പൊരിക്കാനുള്ള പാട് തന്നെയുള്ളൂ. പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കി നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര പണിയായിരിക്കും. കുറേ നേരം ഇങ്ങനെ ഇതുണ്ടാക്കണം, പൊരിച്ചുണ്ടാക്കണം. പക്ഷെ പിന്നെ എളുപ്പമാണ്. കുറേ 1 മാസത്തേക്കും 1.5 മാസത്തേക്കും നമ്മളെ കയ്യിലുണ്ടാവും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റുന്നതേ ഉള്ളൂ കേട്ടോ, കുറേ ഒന്നും ചെയ്യണില്ല. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ടല്ലോ. ഇനി നമുക്ക് എന്താ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്? മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇത്തിരി ഞാൻ കറിവേപ്പിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 അല്ലി കറിവേപ്പില, അല്ലെങ്കിൽ 1 തണ്ട്. പിന്നെ നമുക്ക് ഓരോ പൊടികളായിട്ട് ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ പൊടികളൊക്കെ നമ്മൾ നോൺ വെജിനൊക്കെ ഏകദേശം സെയിം ആവാറ്. ഇതിപ്പോൾ ബിരിയാണി മസാല മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഒരു 4 ടീസ്പൂൺ. ഞാനൊരു 4 ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കുരുമുളകാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നല്, കുറച്ച് എക്സ്ട്രാ ഉള്ളത് ടേസ്റ്റ് ആയിട്ട് തോന്നലുണ്ട്. നിങ്ങളുടെ മുളകും ഇതും എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ആ മുളക് പൊടിയും കുരുമുളക് പൊടിയും അഡ്ജസ്റ്റ് ചെയ്ത് ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ 4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂണ് മുളക് പൊടിയാണ് ആഡ് ചെയ്തത്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂണ് നമ്മൾ വലിയ ജീരകം ചൂടാക്കി പൊടിച്ചത്. ഓക്കെ, പിന്നെ മല്ലിപ്പൊടി ഞാനൊരു 4 ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും ഉണ്ടല്ലോ, അപ്പോൾ കുറച്ചധികം തന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല.
1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് മസാലൻ്റെ നല്ല ഫ്ലേവർ കിട്ടുക ഗരം മസാലയാണ്. ചിക്കൻ മസാല അങ്ങനത്തെ വേണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ അങ്ങനത്തെ ഒരു ഐറ്റവും ഉപയോഗിക്കില്ല കേട്ടോ. ചിക്കൻ മസാല, മീറ്റ് മസാലയൊന്നും. ഗരം മസാലയും അതേപോലെ തന്നെ ബിരിയാണി മസാലയും അതും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഞാൻ എൻ്റെ റെസിപ്പി ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് പൊടിച്ചു വെച്ചത് ബാക്കിയുണ്ട്, അപ്പോൾ അത് തീർന്നിട്ട് വേണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് പൊടികളെ മണം മാറുന്നത് വരെ 1-2 മിനിറ്റ് ഇത് വഴറ്റിയെടുക്കാം. മസാലകളൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് എൻ്റെ എക്സ്ട്രാ ഒരു അഡീഷനാണ്. തൈര് എപ്പോഴും നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഒരു 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പിടി പുതിനൻ്റെ ഇലയും അതേപോലെ തന്നെ മല്ലിൻ്റെ ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇറച്ചിച്ചോറ് ഓരോ സ്ഥലത്തും ഓരോ തരത്തിലാണ് ഉണ്ടാക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ചിലപ്പോൾ ചിലയിടത്ത് മാറ്റം ഉണ്ടാവും. എനിക്ക് ഇവിടെ പാലക്കാട് ആ സൈഡിലൊക്കെ തോന്നുന്നു മട്ട അരി വെച്ചിട്ടൊക്കെ അങ്ങനെ ഇറച്ചിച്ചോറ് ഉണ്ടാക്കലുണ്ട് എന്നുള്ളത്. പക്ഷെ ഞാനിപ്പോൾ കാണിക്കുന്നത് ബസ്മതി റൈസ്. ബസ്മതി അല്ല, ശരിക്കും ബസ്മതി റൈസ് ഉണ്ടെങ്കിൽ നല്ലത്. ഞാനിപ്പോൾ ജീരകശാല അരി വെച്ചിട്ടുള്ള ചെറിയ അരി വെച്ചിട്ടുള്ളത് തന്നെയാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ഒന്ന് വാടിയിട്ടുണ്ട്. നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഇറച്ചി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 350 ഗ്രാം ഇറച്ചിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയൊരളവിൽ കേട്ടോ. ഒരു 4 ആൾക്ക് 5 ആൾക്കാർക്കൊക്കെ കഴിക്കാനുള്ളത് ഉണ്ടാവും. 2 ആൾക്കാരാണെങ്കിൽ 2 നേരം. അപ്പോൾ ഇത് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇറച്ചീൻ്റെ കറി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടല്ലേ ചെയ്യുക. കാരണം കുറേ വെള്ളം ഉണ്ടെങ്കിൽ രസം ഉണ്ടാവില്ല എന്നുള്ള പോലെ വരട്ടുണ്ടാക്കുമ്പോഴേ. പക്ഷെ ഇതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കപ്പിൻ്റെ അടുത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് വിചാരിച്ച് കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. 1 കപ്പ്. പിന്നെ ഇറച്ചിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ അത് പിന്നെ നമുക്ക് മെഷർ ചെയ്തിട്ട് അതിന് കണക്കാക്കിയിട്ട് ചോറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, എക്സ്ട്രാ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് മസാല ടേസ്റ്റ് ചെയ്ത് നോക്കുക. എല്ലാം കറക്റ്റാണ്. ഉപ്പും പാകമാണ്. അതുകൊണ്ട് തന്നെ ഇനി വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് വേവിച്ചെടുക്കാൻ പോവാണ്. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 5 വിസിലുമാണ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത്. നമ്മൾ യൂഷ്വലി ഇത് കറി ഉണ്ടാക്കൂലേ, അതായത് ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ എത്രയാണ്, ഞാൻ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 7-8 വിസിലൊക്കെ ഇടാറുണ്ട്. നല്ലോണം വെന്തിട്ടാണ് ഇഷ്ടം. അപ്പോൾ നല്ലോണം വേവാണെങ്കിൽ അത്ര ഇടണ്ട. അതിന് കുറച്ച് ഒരു 1-2 വിസിൽ കുറച്ചിട്ട് ഇട്ടാൽ മതി. കാരണം ഇത് നമുക്കൊന്ന് ചോറിൻ്റെ കൂടെ ഒന്നും കൂടി വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ നല്ലോണം കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ലോണം വേവ് കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കറിക്ക് എടുക്കുന്ന അത്ര വിസിലിനേക്കാളും കുറഞ്ഞിട്ട് ചെയ്യുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 4-5 വിസിലും ഇട്ട ശേഷം നമുക്കിത് ഓഫാക്കാം. 5 വിസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഇറച്ചീൻ്റെ മസാലയും അതേപോലെ തന്നെ വെള്ളവും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. എന്നാലേ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് എടുക്കണമല്ലോ നമുക്ക് അരിക്ക് ഒന്നിച്ച് വേവിക്കുമ്പോൾ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇപ്പോൾ ഈ ബീഫും അതേപോലെ തന്നെ മസാലയും സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ആദ്യം. ഈ ഇറച്ചിയും അതിൻ്റെ മസാലയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് കണക്കാക്കണം. അപ്പോൾ ഞാനിതൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടാണ് ഇപ്പോൾ കണക്കാക്കാൻ പോകുന്നത്. ഇത് ഏകദേശം 2 കപ്പ് ഉണ്ട് ഈ പാത്രം. ഇപ്പോൾ 2 കപ്പ് ഇത് മൊത്തം ആയില്ല. അപ്പോൾ ഇതിലേക്ക് നിറയെ കുറച്ച് 2 കപ്പ് ആകുന്നത് വരെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1 കപ്പും 1.25 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ വേറെ കുക്കറിൽ ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഈ കുക്കർ തന്നെ കഴുകിയിട്ടാണ് ഇതിൽ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാര്യം കൂടി, ഈ കുക്കർ കുറച്ചിങ്ങനെ കഴുകൂലേ, ആ കഴുകുന്ന ഇപ്പോൾ നിങ്ങൾ ഇതേ സെയിം കുക്കറിലാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ കുക്കർ ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി നമ്മൾ മസാലയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ അത്രയും മസാല കൂടി നമുക്ക് കിട്ടും. അപ്പോൾ കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ അല്ല, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചത്.
അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 ഏലക്കായ ചതച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അത്രയും ആയിട്ടാണ്. പിന്നെ ഒരു ഐറ്റം കൂടി ആഡ് ചെയ്യാനുണ്ട്, ഒരു ബേ ലീഫും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കണം. അപ്പം ഞാനിപ്പോൾ നേരത്തെ യൂസ് ചെയ്ത കയ്യിൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സ്പാച്ചുല മസാല ഉണ്ടെന്നൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ചെറിയൊരു ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ചെറിയൊരു ഉള്ളി കട്ട് ചെയ്തെടുത്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക, പെട്ടെന്ന് ആയി കിട്ടും. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ചിലപ്പോൾ ഉള്ളി കരിഞ്ഞു പോകും. കരിഞ്ഞു അത് നോക്കുക, ഒരു നല്ല ബ്രൗൺ കളർ ആവണം, ക്രിസ്പി ആ ഒരു ടൈപ്പിൽ. അപ്പോൾ നമ്മൾ റൈസിൻ്റെ കൂടെ അതും കൂടി കിട്ടുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 കപ്പ് വെള്ളമാണ്, 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം കൊണ്ട് ഇനി 1 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിപ്പോൾ ഏകദേശം 2.25 കപ്പ് ഉണ്ടായിരുന്നു നമ്മളെടുത്ത മസാലയും കൂടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് നോക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ, കാരണം ഓൾറെഡി ഉള്ള മസാലയിൽ ഉപ്പുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇത്തിരി ഉപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 ടീസ്പൂണ് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറവുണ്ട്, എന്തായാലും കുറവായിരിക്കും, നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ബാക്കിയുള്ള റൈസിന് ആഡ് ചെയ്യുന്ന പോലെ കൂടുതൽ ആഡ് ചെയ്യരുത്, പിന്നെ നമുക്ക് ഉപ്പ് കൂടിപ്പോകും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇത്തിരി ഒരു മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്, ഒരു അര നാരങ്ങയും കൂടി ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. അത് 1 ടേബിൾ സ്പൂൺ നാരങ്ങയും കൂടി. ഞാനിത് വെള്ളം തിളക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മൂടി വെക്കുകയാണ്. തിളച്ച് വരുമ്പോൾ നമുക്ക് ബാക്കി അരി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. സിമ്മിലാക്കി കൊടുത്ത ശേഷം നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അരിയൊക്കെ ഞാൻ കഴുകിയിട്ട് ജസ്റ്റ് വെള്ളം ഊറാൻ വേണ്ടി വെച്ചതായിരുന്നു കേട്ടോ. കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ പാത്രം ഞാൻ പറഞ്ഞിരുന്നു, എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. 249 ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിച്ചപ്പോൾ. ഇടയ്ക്ക് ഓഫർ ഉണ്ടാവാറുണ്ട്, ഞാൻ വാങ്ങിച്ചപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു. ഇത് ഈ ബസ്മതി റൈസൊക്കെ കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ മറ്റേ ദിവസവും അരിയൊക്കെ കഴുകുമ്പോൾ ഒന്നും എടുക്കാറില്ല, അത് ഊറാൻ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാകുമ്പോൾ നമുക്കൊന്ന് വെള്ളം പോകാൻ വേണ്ടി വെക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡ് ഇങ്ങനെ പൊക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് വെള്ളം പോയി കിട്ടും. അരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മസാല അല്ല, ബീഫിൻ്റെ പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം ആദ്യം. ഓക്കെ, അപ്പോൾ ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലാണ് ഞാൻ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ. അപ്പോൾ തന്നെ തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കറക്റ്റായിട്ട് നല്ലോണം ബീഫും ഇതും ഒക്കെ മിക്സായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ 1 വിസിലിട്ടിട്ട് ഇതിൻ്റെ ആവിയൊക്കെ പോയ ശേഷം കുറേ നേരം വെക്കരുത് കേട്ടോ, ഒരു അരമണിക്കൂറൊന്നും വെക്കരുത്. ഒരു വിസിൽ വന്ന ശേഷം ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഓഫാക്കിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഏകദേശം ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഉള്ളത്. ചോറൊക്കെ ഒറ്റപ്പെട്ടിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അധികം വെന്ത് പോയിട്ടൊന്നുമില്ല. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. കുറച്ചും കൂടി ബസ്മതി റൈസ് വലിയ റൈസിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യട്ടെ. നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്താലോ. നല്ല സ്മെല്ലൊക്കെ ആണ് കേട്ടോ, ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ശരിക്കും ആ ചോറ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കണം. അധികം വെന്ത് പോയാൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, മൊത്തം ഒരു കഞ്ഞി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എന്താ പറയുക, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അപ്പുറത്തൊരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ്